മുംബൈ ഇന്ത്യൻസ് എന്താണല്ലേ മുംബൈ ഇന്ത്യൻസ് എന്ന് കാഴ്ചവെച്ച പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത്രയും മികച്ച രീതിയിൽ ഒരു 200 അതായത് റൺ റേറ്റ് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അതും തന്നെ നല്ലൊരു ഓവർ ബാക്കി നിൽക്കെ ജയിക്കണം എന്നുള്ളൊരു പ്ലാൻ ഓൾറെഡി ഇവർക്കുണ്ടായിരുന്നു എന്നത്രേ. അതാണ് അതിനുശേഷം സൂര്യകുമാർ പറഞ്ഞ ചാറ്റിൻ്റെ ഇടയിൽ നമുക്കത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. റൺ റേറ്റ് നോക്കിയിട്ടാണ് കുറച്ചുകൂടെ പെട്ടെന്ന് കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നുള്ള സംഭവം. ഒരു 200 റണ്ണ് ടോട്ടൽ ഇവിടെ ഉള്ളപ്പം എങ്ങനെ ഒരു ടീമിന് ചേസിങ് കുറച്ചുകൂടെ സിമ്പിളാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഒരു ടീമിന് റൺ റേറ്റ് നോക്കിയിട്ട് നമുക്ക് 15 ഓവർ കളി ജയിക്കാം, അങ്ങനെ ഒരു കാൽക്കുലേഷൻ എങ്ങനെ വരാൻ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ തിങ്കിങ് പ്രോസസ്സ് എങ്ങനെ നടക്കും എന്നുള്ളതാണ് ഭയങ്കര അതിശയകരമായിട്ടുള്ള കാര്യമാണ്. കളി മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ഒരു എന്റർടൈൻമെന്റ് ഒരു കളി തന്നെയായിരുന്നു വാങ്കട്ട സ്റ്റേഡിയത്തിൽ നടന്നതും. ഒരു രണ്ട് ടീമും എടുത്തു പറയണം, രണ്ട് ടീമും ബാറ്റിങ്ങിൽ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. പക്ഷെ ബാംഗ്ലൂരിന് കുറച്ചുകൂടി ബാംഗ്ലൂരിന്റെ ബോളേഴ്സിന്റെ ഒക്കെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് എന്തായാലും അതിനകത്തോട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മടങ്ങി വരാം. എന്തായാലും തുടക്കം തന്നെ ബാംഗ്ലൂരിന് ഡിസപ്പോയിന്റഡ്. എന്തായാലും ടോസ് കിട്ടിയത് മുംബൈക്കാണ്. മുംബൈ നേരെ ബാംഗ്ലൂരിന്റെ ബാറ്റിംഗ് നയിച്ചു. കാരണം സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ച് ഡ്യൂ വരാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ബോളിംഗ് കുറച്ചുകൂടെ പ്രയാസമാകുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ബോളിംഗ് തെരഞ്ഞെടുത്തു. അങ്ങനെ RCB ബാറ്റിങ്ങിന് വിട്ടു. കോഹ്ലി പതിവിലും വിപരീതമായിട്ട് ഈ സീസണിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓറഞ്ച് ക്യാപ്പ് നേടിക്കൊണ്ടിരിക്കുന്ന 300 മണ്ടയ്ക്ക് റൺസ് നേടിയിട്ടുള്ള ഇതുവരെയുള്ള നിലവിൽ ഒരേ ഒരു താരമേ ഉള്ളത് വിരാട് കോഹ്ലിയാണ്. അദ്ദേഹം 9 ബോളിൽ ആദ്യം കുറെ സ്ട്രഗിൾ ചെയ്തു, കുറെ നല്ല പോലെ കണക്ഷൻ അങ്ങോട്ട് കിട്ടുന്നില്ല ബാറ്റിലോട്ട്. അപ്പം വളരെയധികം സ്ട്രഗിൾ ചെയ്തതിനു ശേഷം ബുംറ എറിയാൻ വന്നു. ബുംറയും കോഹ്ലിയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തു, ആരാധകരും എൻജോയ് ചെയ്തു. ആദ്യത്തെ 2 ബോള് വിരാട് കോഹ്ലിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ബോളിൽ ബോട്ടം എഡ്ജ് ബാറ്റിന്റെ അടിവശത്ത് കൊണ്ട് കീപ്പർ ഇഷാൻ കിഷൻ നല്ല ബ്രില്യന്റ് ഒരു ക്യാച്ചിലൂടെ പുറത്താക്കിയിരുന്നു വിരാട് കോഹ്ലിയെ. അതിനുശേഷം എത്തിയ വിൽ ജാക്സ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ഹിന്റ് കാണിച്ചു, ഞാനൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, അറ്റാക്കിംഗ് ഷോട്ടുകൾ കളിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളൊരു ഹിന്റ് കാണിച്ചു. എങ്കിലും വലുതായിട്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആകാശ് മധ്വാൾ അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുത്തു. പിന്നീട് ഒരു തകർച്ചയിലോട്ട് പോകുമോ എന്ന് കരുതിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഡു പ്ലസീസും അതുപോലെ തന്നെ രജത് പട്ടിദാർ. രജത് പട്ടിദാർ എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു പ്ലെയർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് നല്ലപോലെ കളിക്കാൻ കഴിയുന്നില്ല. അപ്പം വളരെയധികം ഒരു ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള നിലയിൽ തന്നെ അത്രയും ക്രൂഷ്യലായിട്ടൊരു ഉള്ളൊരു സ്ഥിതിയിൽ എത്തിയ ഒരാളാണ് രജത് പട്ടിദാർ. പക്ഷേ വേണ്ട പോലെ ഈ ഒരു സമയത്ത് അദ്ദേഹം കളിച്ചു എന്നുള്ളതാണ്. 26 ബോളിൽ 50 റൺസാണ് ശരിക്കും പറഞ്ഞാൽ രജത് പട്ടിദാർ എടുത്തത്. അടുത്ത ബോളിൽ 50 അടിച്ചതിന് അടുത്ത ബോളിൽ ഔട്ടായി. കോട്സിക്ക് വിക്കറ്റ് നൽകി രജത് പട്ടിദാർ മടങ്ങിയെങ്കിലും അത് ഈ ടീമിന് ഈ ഒരു ഒരു നട്ടല്ലാകുന്ന അല്ലെങ്കിൽ നെടുന്തൂണാകുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു. ഫഫ് ഡു പ്ലസി പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം 40 ബോളിൽ 61 ഏകദേശം ആങ്കർ ചെയ്ത് കളിക്കാൻ തന്നെ ശ്രമിച്ചു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. പിന്നീട് മാക്സ്വെൽ, ഈ സീസണിൽ ഒരു ഗുണവുമില്ലാത്ത ഒരു പ്ലെയറിൽ ഒന്നാണ് മാക്സ്വെൽ. തീർച്ചയായിട്ടും ആരാധകരുടെ ആ ഒരു പ്രതീക്ഷകളെയൊക്കെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരാളാണ്, RCB ടീമിലെ ഒരാളാണ് മാക്സ്വെൽ. അതുപോലെ തന്നെ സിറാജ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം മാക്സ്വെല്ലിന്റെ പ്രകടനവും ഡക്കിനാണ് പുറത്തായത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡക്കായതിൽ എല്ലാവരും ദിനേശ് കാർത്തിക് അതുപോലെ തന്നെ രോഹിത് ശർമ്മ, അതിൻ്റെ കൂടെ മാക്സ്വെല്ലും ഇപ്പൊ 17 എണ്ണം ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഫിനിഷർ ദിനേശ് കാർത്തിക്, നമ്മുടെ ഡി കെ ഒരു മാരക ഇന്നിങ്സ് തന്നെ കളിച്ചു എന്ന് പറയേണ്ടി വരും. അതും 230 സ്ട്രൈക്ക് റേറ്റിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് അവസാനം കയറാൻ, അതും ദിനേശ് കാർത്തിക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ തന്നെയാണ്. 23 ബോൾ 53 റൺസ്, പ്രത്യേകിച്ച് വേറെ ആരും പ്രത്യേകിച്ചും ചെയ്തില്ല. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ഫിനിഷിങ് തന്നെയാണ് ദിനേശ് കാർത്തിക് കൊടുത്തത്, RCBക്ക് കൊടുത്തത്. വളരെ മികച്ച പല ഷോട്ടുകളൊക്കെ. അതിനകത്ത് ഇപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധുവാളിന്റെ ഒരു ഓവറിൽ സെയിം ബോള് സെയിം ഷോട്ട് സെയിം പ്ലേസ്, ഇത് തന്നെയാണ് ദിനേശ് കാർത്തിക്. അതായത് അതിനെ സ്വിച്ച് എന്ന് പറയാൻ പറ്റുമോ എന്താണെന്നറിയില്ല. ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ ഈ സ്കൂപ്പ് ചെയ്യുന്ന പോലെ പൊക്കി വിടുന്നത് പോലെ ഇങ്ങനെ സൈഡിലോട്ട് പൊക്കി വിടത്തില്ലേ, ആ ഒരു ഷോട്ട് സെയിം തന്നെ. 4 ബോളും സെയിം ആ ഷോട്ട് കളിച്ചു. അതിൽ ഒരു ബോൾ മാത്രം കിട്ടിയില്ല, ബാക്കി 3 ബോളും 4 പോയി. എന്നിട്ടും ആദ്യത്തെ 4 പോയപ്പോൾ തന്നെ രോഹിത് ശർമ്മ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഫീൽഡറിനെ ഇടണം. പക്ഷേ ഹർദിക് പാണ്ഡ്യ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ അടുപ്പിച്ച് 4 ബോളും സെയിം ഷോട്ട് കളിച്ച് സെയിം പ്ലേസിൽ ബൗണ്ടറി പോയിട്ടും
ഹർദിക് പാണ്ഡ്യ ഏറ്റവും അവസാന ബോളിലാണ് അവിടെ ഫീൽഡറിനെ വലിച്ചിടുന്നത്. പക്ഷേ അത് എഡ്ജ് തട്ടി, അത് ആ സെയിം പ്ലേസിൽ തന്നെ എഡ്ജ് തട്ടി അടുത്ത 4 പോവുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോളിങ്ങിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു പെർഫോമൻസ് അത്ര നല്ല രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മുംബൈ നിരയിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ബോളിംഗ് ഒരാളെ നടത്തിയിട്ടുള്ളൂ, അത് ജസ്പ്രീത് ബുംറയാണ്. ഈ സീസണിൽ ആദ്യത്തെ 5 വിക്കറ്റ് പ്രകടനമാണ് താൻ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് വേട്ടയിൽ ഇപ്പം ഒന്നാമത് നിൽപ്പുണ്ട്. ഒന്നാമതാണെന്ന് അറിയത്തില്ല, 10 വിക്കറ്റുകളുമായിട്ട് ചഹലുണ്ട്. അതിന്റെ കൂടെ ഇപ്പം ബുംറ കൂടെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എക്കോണമി കീപ്പ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ബുംറ ആയിരിക്കാനാണ് സാധ്യത, ഒന്നാമത് നിൽക്കാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്പെല്ല് തന്നെയായിരുന്നു. വിരാട് കോഹ്ലി ഉൾപ്പെടെ കുറെ മുൻനിര ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകൾ ബുംറ സ്വന്തമാക്കി. അതും നല്ലൊരു എന്താ പറയുക എക്കോണമി കീപ്പ് ചെയ്തോട്ട് 21 റൺസ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 5.25 എക്കോണമി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബുംറ ഒരു ബ്രില്യൻറ്റ് ഒരു ബോളർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ വീണ്ടും സംശയമൊന്നുമില്ല. പിന്നെ ഇനി സെക്കൻഡ് ഇന്നിങ്സിലോട്ട് നമ്മുടെ മുംബൈയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഇത്ര വലിയൊരു സ്കോർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടേറിയ സ്കോറാണ്. 197 എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ സ്കോർ തന്നെയാണ്. പക്ഷെ അവിടെ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും നൽകുന്ന ഒരു തുടക്കം, ഇപ്പം ഈ മത്സരത്തിൽ മാത്രമല്ല കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ നമ്മൾ ഇവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പും ആ ഒരു തുടക്കവും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തുടക്കം അവർ തുടങ്ങുന്നുണ്ട്. അപ്പം ഇത്തവണയും അങ്ങനെയായിരുന്നു. 8.5 ഓവറിൽ 101 റൺസ് എടുത്തതിന് ശേഷമാണ് ഇഷാൻ കിഷൻ മടങ്ങുന്നത്. വേണ്ട വിധം വിക്കറ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ RCBക്ക് കൊടുക്കേണ്ട ക്ഷതങ്ങളെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും മടങ്ങിയിട്ടുള്ളത് തന്നെ. അതിപ്പം രോഹിത് ശർമ്മ ആണെങ്കിലും ഇഷാൻ കിഷൻ ആണെങ്കിലും എല്ലാവരും വന്നവരെല്ലാവരും നല്ല പോലെ തന്നെ പ്രഹരം ഏൽപ്പിച്ചിട്ട് തന്നെയാണ് മടങ്ങിയിട്ടുള്ളത്. രോഹിത് ശർമ്മ ആണെങ്കിലും 38 റൺസ് നേടി. സൂര്യകുമാർ യാദവ് ആ ഒരു മടങ്ങി വരവ് ശരിക്കും പറഞ്ഞാൽ ഡക്കിന് പോയപ്പോഴത്തേക്കിനും പല സൈഡിൽ നിന്നും വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കെല്ലാമുള്ള നല്ല കിടുക്കൻ ഒരു മറുപടി തന്നെയാണ് തൻ്റെ ബാറ്റിലൂടെ. അതായത് 17 ബോളിൽ 50 തികച്ചു. അതായത് ഏറ്റവും വേഗത്തിൽ 50 തികയ്ക്കുന്ന രണ്ടാമത്തെ പ്ലെയറാണ്. അത് അഭിഷേക് ശർമ്മയാണ് 16 ബോളിൽ. ഇവിടെ സൂര്യകുമാർ യാദവും 17 ബോളിലാണ് ആ ഒരു 50 നേടിയത്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം അടി. എന്നെ പ്ലേസ്മെന്റും എന്നെ ഷോട്ടും ആ ഒരു ഭംഗിയും ബ്യൂട്ടിയും ഒക്കെ ഒന്നും പറയാനല്ല, അത്രയും മികച്ച ഒരു ഷോട്ട് തന്നെയായിരുന്നു. ഹർദിക് പാണ്ഡ്യ അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ആരാധകരുടെ ആ ഒരു സ്നേഹം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. വളരെ സന്തോഷമുണ്ട്. 6 ബോളിൽ 21 റൺസാണ് അദ്ദേഹം നേടിയത്. ബൗണ്ടറികളൊന്നും അടിച്ചിട്ടില്ല, വെറും 3 സിക്സറുകൾ മാത്രമാണ്. 4 ഒന്നും അടിച്ചിട്ടില്ല, 3 സിക്സുകൾ മാത്രമാണ് ഹർദിക് പാണ്ഡ്യ അടിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഏകദേശം 15.3 ഓവറിൽ 199 റണ്ണാണ് എടുത്തത്. അതായത് 15.3 ബോളിൽ 197 എന്നുള്ളൊരു ടാർഗറ്റ് സിമ്പിളായിട്ട് ചേസ് ചെയ്തു എന്നുള്ളതാണ്. മുംബൈ പോയിന്റ് ടേബിളിലാണെങ്കിൽ 7ാം സ്ഥാനത്ത് ആണിപ്പം നിലനിൽക്കുന്നത്. -7 ഉള്ളൂ ഇപ്പം മുംബൈക്ക്. അപ്പം പെട്ടെന്നായാലും അടുത്തൊരു നല്ല മത്സരം, അത്യാവശ്യം ഒരു നല്ലൊരു വിജയം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും +1 കയറാൻ വേണ്ടി അല്ലെങ്കിൽ +ലോട്ട് കയറാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു നെറ്റ് റൺ റേറ്റ് ആണ് ഇപ്പം നിലവിൽ കീപ്പ് ചെയ്യുന്നത്. പക്ഷെ തൽക്കാലം അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മത്സരങ്ങളിൽ ഇപ്പം 2 മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് മുംബൈ ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടെങ്കിലും 2 മത്സരങ്ങൾ വീണ്ടും ജയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ളത് RCBയുടെ കാര്യം തന്നെയാണ്. കാരണം ഈ ബോളേഴ്സ് സത്യം പറഞ്ഞ് നാണമുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. നാണമുണ്ടോ ഈ RCBയുടെ ബോളേഴ്സിന്? ശരിക്കും പറഞ്ഞാൽ ഇത്രയും റൺസ് ഉണ്ടായിട്ട് പോലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് പോലും അല്ലെങ്കിൽ ഒരു ചലഞ്ച് പോലും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ലാഘവത്തോട് തന്നെ മുംബൈ ഇന്ത്യൻസ് അടിച്ച് തോപ്പിച്ചു എന്നുള്ളതാണ്. മുംബൈയെ പിന്നെ നമുക്ക് അറിയാം. കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദ് അവർ 277 അടിച്ചിട്ടും തെല്ലും പിന്നോട്ട് വിട്ടുകൊടുക്കാതെ ചേസ് ചെയ്യാൻ തുനിഞ്ഞവരാണ് അവർ. 246 എത്തിയവരാണ് അവർ. അപ്പം അങ്ങനെയുള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ അവർക്ക് 200 എന്ന് പറയുന്നതൊന്നും വലിയൊരു ടോട്ടലായിട്ട്, പ്രത്യേകിച്ച് ഇപ്പം അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് മാരകം തന്നെയാണ്. അതുപോലെ നാശം വിതയ്ക്കാൻ പറ്റിയിട്ടുള്ള ബാറ്റർമാരാണ് ഇപ്പോൾ ഉള്ളത്. ഫിനിഷിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ തന്നെ ഹർദിക് പാണ്ഡ്യ, അതുപോലെ തന്നെ ടിം ഡേവിഡ്, ഷെപ്പേർഡ്, നബി, അങ്ങനെ കിടക്കാണ് കുറെ. ഇനി സ്റ്റാൻഡ് ചെയ്ത് കളിക്കാനാണെങ്കിൽ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മയുണ്ട്.
അപ്പം അങ്ങനെ നല്ല നല്ല കുറേ പ്ലേയേഴ്സും അതുപോലെ തന്നെ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉള്ളൊരു ടീമാണ്. അപ്പം അങ്ങനെയുള്ളൊരിടത്ത് എന്താ പറയുന്നത് കുറച്ചുകൂടെ റണ്ണ് RCB കണ്ടെത്താമായിരുന്നു. അപ്പോൾ അതെന്തായാലും പരാജയപ്പെട്ടു. എങ്കിലും 196 എന്ന് പറയുന്നത് ചെറിയൊരു ടോട്ടലല്ല. പക്ഷേ ഈ ബോളേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ വളരെ വളരെ നമ്മളെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോക്ക് കൊണ്ട് ഇവന്മാരെ കൊണ്ട് പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ബഹുമാനക്കുറവാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇവന്മാരെ കൊണ്ടൊന്നും കപ്പ് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെറുതെ ഇങ്ങനെ വന്നിട്ട് ഓരോ സീസണിന് കളിച്ചിട്ട് പോകുന്നല്ലാണ്ട് ഒന്നാമത് മാനേജ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നല്ല ബോളേഴ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഹസരംഗ പോലുള്ളൊരു നല്ലൊരു സ്പിന്നർ ടീമിലുണ്ടായിട്ടും അദ്ദേഹത്തെ റിലീസ് ചെയ്തതാണ്. അപ്പം നല്ല ബോളേഴ്സ് ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് നല്ല ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് കീച്ചാൻ കാച്ച എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമല്ലാണ്ട് ഈ പറയുന്ന പോലെ ട്രോളുകൾ ഇനിയും നേരിടാൻ വേണ്ടിയിട്ട് RCBയുടെ മത്സരങ്ങൾ ഇനിയും ബാക്കി, അല്ലെങ്കിൽ സീസണുകൾ ഇനിയും ബാക്കി എന്ന് പറയുന്ന ഒരു നിലയിലോട്ടാണ്. വളരെ വളരെ എന്താ പറയുന്നത് മോശമായിട്ടുള്ള, വളരെ നാണമില്ലാത്ത പ്രകടനമാണ്. അങ്ങനെ തന്നെ പറയും, വളരെ നാണമില്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സിറാജൊക്കെ തല്ലുകൊണ്ട് മെഴുകിയിട്ടുണ്ട്. എത്ര റൺസ് എടുത്തെന്ന് ഞാൻ പറയാം. സിറാജ് കൊടുത്തിരിക്കുന്നത് 3 ഓവറിൽ 37 റൺസാണ്. പവർ പ്ലേയിലെ 2ാമത്തെ ഓവർ, അതായത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഓവറാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഓവർ പവർ പ്ലേയിലെ 4ാമത്തെ ഓവറിൽ എറിയാൻ വന്നപ്പോഴത്തേനും ഏകദേശം 20 മണ്ടയ്ക്കാണ് റൺസ് വാരിക്കൂട്ടിയത്. അപ്പം അത്രയും ഒരു എന്താ പറയുന്നത് പ്രതീക്ഷയില്ല. ഒരു മെയിൻ ബോളറായിട്ടുള്ള സിറാജിൽ നിന്നും ഉണ്ടാകുന്ന കാര്യമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാവരും തോനെ തല്ലി മേടിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിനകത്ത് എടുത്തു പറയാനുള്ള RCBക്ക് പ്ലസ് ആയിട്ട് എടുത്തു പറയാനുള്ളത് രോഹിത് ശർമ്മയുടെ ക്യാച്ച് ടോപ്പ് എടുത്ത ആ ഒരു ക്യാച്ച് അത് അവിശ്വസനീയമായിരുന്നു. ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ആ ടോപ്ലിയുടെ ഒരു ക്യാച്ച്. കാരണം ടോപ്ലി പോലും വിചാരിച്ചിട്ടില്ല ഈ ക്യാച്ച് അത് അത്രയും മനോഹരമായിട്ടുള്ളൊരു ക്യാച്ച് ആകും, അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് എടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു. RCBയുടെ കാര്യം ഓർത്തിട്ട് വളരെ 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 വിഷമമല്ല, സത്യം പറഞ്ഞ ദേഷ്യമാണ്. ഇനി RCB തോറ്റാലും ജയിച്ചാലും ഞാനൊന്നും പറയാൻ വരുന്നില്ല. അല്ല, ശരിക്കും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഓൾറെഡി ഇവരുടെ ബോളേഴ്സ് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ പെരുമാറത്തുള്ളൂ. എന്താ പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ട്രോൾ ചെയ്യുന്ന പോലെയൊക്കെ ഒരു 250, 300, 400 റണ്ണൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ അന്നേരം എങ്ങനെയും ഡിഫെൻഡ് ചെയ്ത് എറിഞ്ഞിടാം എന്നുള്ള രീതിയിലാണ് RCBയുടെ ബോളേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പോലും ഉത്തരവാദിത്തത്തോടെ എറിയാനോ അല്ലെങ്കിൽ ഇവരാരും കഴിവില്ലാത്ത ബോളർമാരാണോ? ഒന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ടീമിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എപ്പോഴും എല്ലാ സീസണിലും ടീമിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എണ്ണം RCB മാനേജ്മെൻറ്റ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് മേടിക്കണം, നിങ്ങളിത് അർഹരാണ്. 16 അല്ല 20 അല്ല 25 സീസൺ നിങ്ങൾ കളിച്ചെന്ന് പറഞ്ഞാലും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെനയായിട്ട് എറിഞ്ഞിട്ടില്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് കപ്പ് പോയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മുംബൈ എന്തായാലും കയറി വരികയാണ്. എല്ലാ ടീമിനും ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ മുംബൈ ടീം ശക്തമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഞാൻ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു IPL മാച്ചിൻ്റെ റിവ്യൂ ആയിട്ട് റിയാക്ഷൻ ആയിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.